ഹലോ, രാവിലെ എല്ലാരും കൂടെ ഇറങ്ങിയല്ലോ. പിന്നെ എങ്ങോട്ടാ? പിക്നിക്ക്. ഹായ് പറ. ഹായ്, എല്ലാരും സുഖമാണല്ലോ? മക്കളിക്ക് സുഖമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങൾ പിക്നിക്ക് പോവാണേ. അവിടെ പോയിട്ട് കാണിക്കാൻ എന്തൊക്കെയാന്ന് കേട്ടോ. ഗാർഡന്റെ കാണിക്കുന്നതിനിടയിലാണ് ഈ പിക്നിക്ക് കാണിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ടൂർ വന്നത് മേപ്പിൾ റിഡ്ജിലൊരു പാർക്കിലാണ്. ഇതിടെ ഞങ്ങള് ഇത് ആൾറെഡി ഇത് ബുക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അത് ടേബിള് ചെയറൊക്കെ ഉള്ളതാണ്. ഞങ്ങളുടെ VIP എല്ലാം കണ്ടിരിക്കുന്നുണ്ടോ. ഞങ്ങൾ പിക്നിക്ക് വന്ന് ഞങ്ങൾക്ക് ഇപ്പം VIP വരാണ് ഉണ്ടോ. ഇത്രയൊക്കെ ആർക്കെങ്കിലും ഉണ്ടോ? 4 VIP ഇരിക്കുന്നുണ്ട്. ഇത് എവിടെയാണെന്നറിയാമോ? മേപ്പിൾ റിഡ്ജ് പിക്നിക് ഷെൽട്ടർ എന്നൊരു ഏരിയയാണ്. അവിടെ നമുക്ക് ബുക്ക് ചെയ്തും അല്ല ഇതെല്ലാം ബാക്കിയുള്ളതെല്ലാം ഫ്രീ ആണ്. ഇത് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. ഞങ്ങൾ ആൾറെഡി ഇത്രയും പേരുള്ളത് കൊണ്ട് ഞങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചു. നമ്മുടെ ടീമാണ് കേട്ടോ, അതുകൊണ്ടാണ് വീഡിയോ ഓരോരുത്തർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മളെല്ലാം സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവരെല്ലാം ഇങ്ങനെ എത്തുക. ഇങ്ങനത്തെ 6 ടേബിളുണ്ട് കേട്ടോ. ഞങ്ങളിത് പേപ്പറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമുണ്ട് കേട്ടോ. ഒത്ത നനയത്തെ കളവിലെ വെള്ളമുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഇറങ്ങി വെള്ളത്തിൽ കളിക്കേണ്ടവർക്കൊക്കെ കളിക്കാം. ഞാൻ പാർക്ക് മുഴുവൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ഫുള്ള് തിരക്കായിരുന്നു. അപ്പം ചിലർക്കൊക്കെ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടം പോലെ കളിക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ഉള്ള ആരെങ്കിലും, അതായത് വാൻകൂവറിലുള്ള ആരെങ്കിലും പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ മേപ്പിൾ റിഡ്ജ് പാർക്ക്. വാട്ടർ സ്പ്രേ പാർക്ക് ഇപ്പോൾ പുതുതായിട്ട് ഓപ്പൺ ചെയ്ത് അതുകൊണ്ട് അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല വാശിയേറിയ മത്സരം വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ത്രോബോൾ, പിള്ളേർക്കുള്ള ഐറ്റംസ്, ജ്യൂസ്, സോസ്, ചിപ്സ് ഇഷ്ടം പോലെ ഉണ്ട്. ബോക്സ് ഉണ്ട്. ഇതിനകത്ത് ഐസ്ക്രീം, പാല് എന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഇതിനകത്ത് നമ്മൾ ഫുള്ള് ഐസ് ക്യൂബ്സ് വാങ്ങിച്ച് ഇട്ട് നിറച്ച് അടച്ചങ്ങ് വയ്ക്കും. അപ്പോൾ നമുക്ക് വൈകുന്നേരം വരയ്ക്കും എല്ലാം കേടുകൂടാതിരുന്നോളും കേട്ടോ. അടുത്തന്നെ കാപ്പി ഇല്ല കേട്ടോ, ചായ മാത്രമേ റെഡിയാകുന്നുള്ളൂ. അടുത്ത തന്നെ ഉച്ചക്കത്തേക്കുള്ളതാണ് ഫ്രൈഡ് റൈസ്, ചിക്കൻ കറി, ചിക്കൻ 3-4 വെറൈറ്റി ബാർബിക്യൂ ചെയ്യാൻ. ഇങ്ങനെ പല വെറൈറ്റി ഉണ്ട്. എല്ലാം കൂടെ പരക്കം പായി വേണം കേട്ടോ. എല്ലാ സാധനങ്ങളും റെഡിയാക്കിക്കൊണ്ടോ വന്നത്. ബാർബിക്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതെല്ലാം പെരട്ടി ഓവനിൽ വെച്ച് ഒരു പാതി വേവ് വേവിച്ചിട്ട് പിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ വന്നാൽ ബാക്കി ഇവിടെ വേവിച്ചെടുക്കാൻ ഈസി ആയിരിക്കുമല്ലോ. ഒരു സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ചൂടാക്കി എല്ലാവരും കൂടെ അങ്ങോട്ട് കഴിച്ച് തീർക്കണം. നല്ല ചൂടെ ബാർബിക്യൂ ചെയ്ത് അങ്ങോട്ട് ബേസിനിലോട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാവരും കൂടെ അങ്ങോട്ട് കടിച്ച് മുറിച്ചങ്ങ് കഴിക്കണം. ചിക്കൻ അങ്ങ് തിന്ന് മടുക്കണമെന്ന് അത്ര സാധനങ്ങളും ഉണ്ട് കേട്ടോ മക്കളെ. എനിക്കിതാ നിനക്കിതാന്ന് പറഞ്ഞ് എല്ലാവരും ക്യൂവിൽ നിൽക്കുവാണ് കേട്ടോ. ചിലതൊക്കെ ഞാൻ വോയിസ് അങ്ങനെ തന്നെ ഇട്ടിരിക്കുകയാണ്, ഞാൻ കട്ട് ചെയ്തിട്ടില്ല. അന്നേരം അവിടുത്തെ ലൈവ് അനുസരിച്ച് വിട്ടിരിക്കുകയാണ്. ബർഗറിനുള്ള ബണ്ണ് എല്ലാം റെഡിയാകുന്നുണ്ട് കേട്ടോ. ചൂടാക്കുക, കഴിക്കുക, അത്രേ ഉള്ളൂ. ചിക്കൻ കാല് വേകുന്നുണ്ട് കേട്ടോ. അടുത്തത് ഹോട്ട് ഡോഗിനുള്ളത് റെഡിയാകുന്നുണ്ട്. സോസേജ് വെക്കുന്ന സംഭവം ഇതാണ്. ഇതിനകത്തോട്ടാണ് സോസേജ് വെക്കുന്നത്. സോസ് വയ്ക്കുക. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ഹോട്ട് ഡോഗ് ചൂടായിക്കൊണ്ടിരിക്കുന്നു. ഇത് വെക്കുക, എന്നിട്ട് കടിച്ച് തിന്നുക. അത് അവിടെ വെറും ഹോട്ട് ഡോഗ് തിന്നുന്നവരും ഉണ്ട് ഇവിടെ. കണ്ണ് വേണ്ടാത്തവർ വെറും കഴിക്കുക. ഇത് കണ്ണ് വേണ്ടി സോസേജ് ഒഴിക്കുക, സോസ് വെക്കുക. അല്ല, അതിനിടയ്ക്ക് മോര് വെള്ളത്തിനകത്ത് ഐസ് ഇടണം, അല്ലെങ്കിൽ സോഡ ഒഴിക്കണം. ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പിള്ളേരെല്ലാവരും കേട്ടോ. ഐസ് കൈപ്പിടിച്ചിട്ട് ഞാനിടാം നീ ഇടാന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിവലിയ പിള്ളേരെല്ലാവരും കൂടെ കേട്ടോ. രക്ഷയില്ല. എല്ലാരും ഹായ് പറയാം, എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. ചുമ്മാ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ അമ്മക്കളി അടിപൊളി ഈസി ആയിട്ട് ചെയ്യാവുന്ന പണികളൊക്കെയാണ് ഇത് കേട്ടോ. ഹോട്ട് ഡോഗിന്റെ സ്പെഷ്യൽ സോസേജ് വെച്ചു. അടുത്ത റാഞ്ച് സൂപ്പർ. മതി താങ്ക് യു. പണ്ണിനകത്ത് സോസേജ് വെച്ചു. വേണ്ടിയവർക്ക് അങ്ങനെ കഴിക്കാം, ഇല്ല വേണ്ടാത്തവർക്ക് സോസ് ഒഴിച്ച് കഴിക്കാം. സോസ് ഉണ്ട്, ടൊമാറ്റോ സോസ്. ഞങ്ങളുടെ കിച്ചണിൽ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. അരിച്ചിലും പറിക്കലും എല്ലാം റെഡിയാക്കുന്നു. അത് റെഡിയാക്കുന്നവരെ കണ്ടോ? ആരെ റെഡിയാക്കും? കത്തി കൊണ്ടാണ് ഹായ് പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സൂക്ഷിക്കുക. അടുത്ത് തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് നല്ല ഇഷ്ടം പോലെ ഇതായിരുന്നു. തനിമത്തൻ വേണ്ടില്ലേ, അതിന് വേണ്ടി പിച്ചാത്തി കട്ടറ എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഭവം. ഇതായിരുന്നു ഇന്നത്തെ അമ്മക്കിളിയുടെ ഒക്കെ ഒരു 1 ഡേ ടൂറിന്റെ സിറ്റുവേഷൻ കേട്ടോ.